യേശുവിൻ സംഗീതം എന്നിത്തെ പറയുമേ, ആശ്രയം താൻ മാത്രം, ആ നാമം സുസ്ഥിരമേ. യേശുവിൻ സംഗീതം എന്നിത്തെ പറയുമേ, ആശ്രയം താൻ മാത്രം, ആ നാമം സുസ്ഥിരമേ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നാം ചിന്തിക്കുന്ന ഇസ്രായേലിനെ കുറിച്ച് വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പാലസ്തീൻ നാട് ആരുടേത് എന്ന ചോദ്യത്തിന് ദൈവത്തിൻ്റെ തിരുവചനപ്രകാരം നമുക്ക് വ്യക്തമായ മറുപടി കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ ബൈബിളിൽ വ്യക്തമായി അതിൻ്റെ ഏലുക പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. അബ്രഹാം പിതാവിന് ദൈവം വാഗ്ദത്തം ചെയ്ത ആ ഭൂപ്രദേശങ്ങളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിൻ്റെ വ്യക്തമായ ഏലുക തിരുവചനത്തിൽ നമുക്ക് കാണാവുന്നതാണ്. തിരുവചനം പരിശോധിക്കുമ്പോൾ കാണാവുന്നതാണ് എന്ന് വ്യക്തമാണ്. അഥവാ നാം ദൈവവചനം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആദാം ഹവ്വമാർക്ക് ഉണ്ടായതായ ആ പരാജയം മാനവജാതിയെ മുഴുവനും ബാധിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതേപോലെ പിന്നീട് അബ്രഹാമിന് പറ്റിയതായ ചില പാളിച്ചകൾ ഇന്ന് നാം കാണുന്ന ഈ നാടിൻ്റെ ആ യുദ്ധത്തിനും തകർച്ചയ്ക്കും കാരണമായിരിക്കുന്നു എന്നതും വളരെ വ്യക്തമാണ്. അഥവാ അബ്രഹാമിന് ജനിച്ച 2 മക്കളോടുള്ള ബന്ധത്തിലാണ് ഈ പ്രതികൂലങ്ങൾ ലോകം മുഴുവനും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കനാൻ ദേശത്തിൻ്റെ അഥവാ പലസ്തീൻ നാടിൻ്റെ യഥാർത്ഥ അവകാശികൾ ആരാണ് എന്ന് വേദപുസ്തകം വളരെ വ്യക്തമാക്കുന്നു. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. ഈ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അഥവാ നീ ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്ക, ഞാനത് നിനക്ക് തരും. അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു എന്ന് ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18 വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന യാഥാർത്ഥ്യമാണ്. അങ്ങനെ ആ ദേശത്ത് അവിടെ ഏതാണ്ട് 7 ജാതികളെ ഒക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അഥവാ അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു, എൻ്റെ സന്തതിക്ക് ഞാൻ മിസ്രീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ദേശത്തെ, ഇവിടെ മറ്റ് 7 ജാതികളെ കുറിച്ച് പറയുന്നുണ്ട്, ആ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്നരുളി ചെയ്തു. അത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അന്ന് 7 ജാതികൾ അധിവസിച്ച് ആധിപത്യം നടത്തിപ്പോന്ന ഈ സ്ഥലം നൈൽ നദി എന്നറിയപ്പെടുന്ന മിസ്രീം നദിക്കും ഫ്രാത്ത് നദിയായ യൂഫ്രട്ടീസ് നദിക്കും മധ്യേ സ്ഥിതി ചെയ്യുന്നുവെന്ന് വളരെ വ്യക്തമായും നമുക്ക് കാണാവുന്നതാണ്. അവരുടെ മിസ്രീമി അടിമത്തത്തിന് ശേഷമേ അത് സംഭവിക്കുകയുള്ളൂ എന്ന് ദൈവം അബ്രഹാമിനോട് മുൻപ് കൂട്ടി പറഞ്ഞതും ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. സുസ്ഥിരമായ ഈ ദൈവ വാഗ്ദത്തം പ്രാപിച്ച അബ്രഹാം കനാനിൽ താമസിക്കുമ്പോൾ മിസ്രീംകാരിയായ ആഗാറിൽ നിന്ന് അബ്രഹാമിന് ഇസ്മായേൽ ജനിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അത് സാറ പറഞ്ഞുകൊടുത്ത ഒരു കുറുക്ക് വഴിയായിരുന്നു. ഏതാണ്ട് 100 വയസ്സോളം പ്രായമായ അബ്രഹാമിന് സന്തതിയില്ലാതിരുന്ന സന്ദർഭത്തിൽ സംഭവിച്ചതായ ദൈവീകം
അല്ലായിരുന്ന ഒരു വഴിയിലൂടെ അബ്രഹാം സഞ്ചരിക്കുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇസ്മായേൽ നിന്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് ദൈവത്തോട് അബ്രഹാം പറഞ്ഞു. അതിന് ദൈവം അരുളി ചെയ്തതല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്ക് ഒരു മകനെ പ്രസവിക്കും, നീ അവനെ ഇസഹാക്ക് എന്ന് പേരിടേണം. ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും എൻ്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും. അഥവാ ആ നിത്യനിയമം ആ സന്തതിയിന്മേൽ ദൈവം ഉറപ്പിക്കും എന്ന വാഗ്ദത്തമാണ് അവിടെ കൊടുത്തത്. എൻ്റെ നിയമം ഞാൻ ഉറപ്പിക്കുന്നതോ ഇനിയത്തെ ആണ്ട് ഈ മാസം ഈ സമയത്ത് സാറ നിനക്ക് പ്രസവിപ്പാനുള്ള ഇസഹാക്കിനോടാകുന്നു എന്ന് വളരെ വ്യക്തമായി ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള ഭാഗത്ത് അബ്രഹാമിനോട് ദൈവം സംസാരിച്ച കാര്യം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. സാക്ഷാൽ അവകാശിയായ ഇസഹാക്ക് അന്ന് ജനിച്ചിരുന്നില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ അതിനു മുമ്പേ ഇസ്മായേൽ ജനിക്കുകയും കുടുംബകലഹം നിമിത്തം മിസ്രയീമ്യദാസിയായ ഹാഗാറിനെയും അവളുടെ മകൻ ഇസ്മായേലിനെയും അബ്രഹാം മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നതും നമുക്ക് കാണാം. അവർക്ക് അപ്പവും ഒരു തുരുത്തി വെള്ളവും ഓഹരി കൊടുത്തയക്കുകയാണ് ഉണ്ടായത്. ഓർക്കുക, ഇവിടെ കൊടുത്ത ഓഹരി എന്ന് പറയുന്നത് അപ്പവും തുരുത്തിയിലെ വെള്ളവുമായിരുന്നു. സംവത്സരങ്ങൾക്ക് ശേഷം അബ്രഹാമിന്റെ ഭാര്യ സാറ മരിച്ചു. തൻ്റെ ഭാര്യയെ സംസ്കരിക്കേണ്ടതിന് വാഗ്ദത്തം ലഭിച്ച ദേശത്ത് ശ്മശാനം അനുവദിക്കുവാൻ ദേശനിവാസികൾക്ക് സമ്മതമായിരുന്നു. ഞങ്ങളുടെ ശ്മശാന സ്ഥലങ്ങളിൽ വെച്ച് വിശേഷമായതിൽ മരിച്ചവളെ അടക്കിക്കൊള്ളുക എന്ന് ഹിഥ്യ പ്രഭുക്കന്മാർ അനുവാദം നൽകി. എങ്കിലും അബ്രഹാം മക്പേല ഗുഹ എഫ്രോനോട് പിടിപ്പത് വില കൊടുത്ത് വിലയ്ക്ക് വാങ്ങി അവിടെയാണ് ഭാര്യ സാറയെ സംസ്കരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിലും തുടർന്ന് ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ദൈവത്തിന്റെ വാഗ്ദത്തപ്രകാരം തനിക്ക് ലഭിച്ചതും നഗരവാസികളായ സാക്ഷികളുടെ മുൻപാകെ വെച്ച് പിടിപ്പത് വില കൊടുത്ത് അബ്രഹാം കൈവശക്കാരോട് തീറുവാങ്ങിയതുമായ ദേശമാണ് തങ്ങളുടെ പിതൃഭൂമിയാണെന്ന് ഇസ്രായേൽ അവകാശവാദം ചെയ്യുന്നത്. അബ്രഹാമിന്റെ കാലശേഷം ഇസഹാക്കും അനന്തരം യാക്കോബും ഈ ദേശം അവകാശമായി അനുഭവിച്ചിരുന്നു. യാക്കോബിന്റെ ജീവകാലത്തിന്റെ ഒടുവിൽ ദേശത്തുണ്ടായ ക്ഷാമം നിമിത്തം യാക്കോബും കുടുംബവും മിസ്രയീമിലേക്ക് പോകുവാനായിട്ട് ഇടയായി. അന്ന് മിസ്രയീം ദേശത്തിന്റെ അധിപതിയും ഫറവോന്റെ പ്രധാനമന്ത്രിയുമായിരുന്ന യോസേഫ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. യാക്കോബിന്റെ മകനായ യോസേഫും മിസ്രയീമിൽ വെച്ച് മരിച്ചു എങ്കിലും അവരുടെ ഭൗതിക അവശിഷ്ടം അവിടെ സംസ്കരിച്ചത് മേൽ പ്രസ്താവിച്ച അവകാശ ഭൂമിയായ കനാനിലാണ് എന്നതും വ്യക്തമാണ്. ദൈവം അബ്രഹാമിന് മുന്നറിവ് നൽകിയിരുന്ന പ്രകാരം ഇസ്രായേൽ ജനം 400 സംവത്സരത്തോളം ഈജിപ്തിന്റെ അടിമകളായി കഴിഞ്ഞുകൂടുകയും അനന്തരം ദൈവം അവരെ മോശ മുഖാന്തരം വിടുവിച്ച് സീനായി മരുഭൂമിയിൽ കൂടി നടത്തി പലസ്തീനില് മടക്കിക്കൊണ്ടുവന്ന് കുടിപാർപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് വിശുദ്ധ ബൈബിളില് പുറപ്പാട്, ലേവിയ, സംഖ്യ, ആവർത്തനം തുടങ്ങിയ ചരിത്ര പുസ്തകങ്ങളിൽ ചരിത്രം പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഉൽപ്പത്തി 12-ൽ ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുമ്പോൾ അബ്രഹാമിനോട് പറഞ്ഞിരുന്ന 4-5 കൂട്ടം കാര്യങ്ങളുണ്ട്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്റെ പേർ വലുതാക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ഭൂമിയാണ് പലസ്തീൻ നാട് എന്ന് വളരെ വ്യക്തമാണ്. ആ നാടിനു വേണ്ടിയാണല്ലോ ആ നാളിതേവരെ നടന്നുകൊണ്ടിരിക്കുന്നതായ യുദ്ധങ്ങളും അതിൻ്റെ അനന്തര ഫലങ്ങളും. എന്നാൽ വിശുദ്ധ വേദപുസ്തകം
അതിൻ്റെ ഏലുക വളരെ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ഇസ്രായേൽ ലോക ഘടികാരത്തിലെ ഒരു നാഴിക കല്ല് തന്നെയാണ്. യഥാർത്ഥമായി കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രവും വളരെ വ്യക്തമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതെ, ആ ചരിത്രം നമുക്ക് തുടർന്നും ചിന്തിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു.